പുത്തൻ പ്രതീക്ഷകളും സന്തോഷവുമായി പൊന്നോണം എത്തിച്ചേർന്നിരിക്കുന്നു. ഓണസദ്യ ഒരുക്കാനായി വിഭവങ്ങൾ ഒരുക്കുമ്പോൾ നമ്മൾ ഇലയിൽ വിളമ്പുന്ന ചോറ് ഏതരി കൊണ്ടുണ്ടാക്കിയതാണ് എന്നും നമ്മളിൽ എത്ര പേര് ചിന്തിക്കാറുണ്ട്? ഏതാണ് സദ്യ ഉണ്ടാക്കാൻ എടുത്ത അരി? ഏത് കർഷകനാണ് ആ അരി കൃഷി ചെയ്തത്? ഏത് ഇനമാണ്? എവിടെയാണ് കൃഷി ചെയ്തത്? എങ്ങനെയാണ് കൃഷി ചെയ്തത്? ജൈവ രീതിയിലോ അതോ മാരകമായ രാസവസ്തുക്കൾ ഉപയോഗിച്ചാണോ കൃഷി ചെയ്തത് എന്നൊക്കെ. നമ്മൾ മലയാളികൾക്ക് പുഴുക്കലരി എന്നത് വിപണിയിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനം ആയിരുന്നില്ല. മറിച്ച് നമ്മുടെ പൈതൃകവും നിത്യജീവിതത്തിലെ ഒരു ശീലവും ഓർമ്മയും രുചിയും അനുഭൂതിയുമായിരുന്നു. നമ്മുടെ കാർഷിക സംസ്കൃതിയുടെ ഭാഗമായി നടന്നു വരുന്ന വിരുപ്പ് കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാണ് ഓണം. പക്ഷെ അരിയുമായി ഇത്രയും ആത്മബന്ധം ഉണ്ടായിട്ടും നമ്മൾ ഇപ്പോൾ അതിനെപ്പറ്റി വേണ്ടത്ര ചിന്ത കൊടുക്കുന്നില്ല. ഈ ഓണത്തിന് നമുക്ക് ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? നമ്മുടെ നാടിനും നാട്ടുവിഭവങ്ങൾക്കും നമ്മുടെ ആരോഗ്യത്തിനും അനുയോജ്യമായ നമ്മുടെ നാടൻ അരികളെ വീണ്ടെടുക്കുകയും മാനിക്കുകയും ചെയ്യാം. കേരളമൊട്ടായൊക്കെ പൊതുവിൽ പറയുന്നതിന് പകരം തൊണ്ടി, ചേറ്റാടി, ചിറ്റേനി, കുറുവ, പുമ, ജ്യോതി, തവളക്കണ്ണൻ, ചെങ്കഴമ, കുഞ്ഞുകുഞ്ഞ്, ആര്യനാട് തുടങ്ങിയ നാടൻ ജൈവ അരികൾ നമ്മൾക്ക് സദ്യവട്ടങ്ങൾക്കായി ചോദിച്ചു വാങ്ങാം. ഇത്തരത്തിൽ നാടൻ അരികൾ ചോദിച്ചു വാങ്ങുന്നതിലൂടെ പോഷക സമൃദ്ധവും സ്വാദിഷ്ടവുമായ നാടൻ അരികൾ ഉപയോഗിച്ചുള്ള ഭക്ഷ്യ സംസ്കാരം നമുക്ക് വീണ്ടെടുക്കാം. എല്ലാവർക്കും പൊന്നോണ ആശംസകൾ.